വിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പൊന്നമ്പിളി ആകാശത്തിൽ ഉദയം ചെയ്യാൻ സമയമടുത്തുകൊണ്ടിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ജന്മത്തെ അടയാളപ്പെടുത്തി പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ അമ്പിളി അമ്പരത്തിൽ ഉദയം ചെയ്യും. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിൻ്റെ ആന്തോളനങ്ങൾ അലതല്ലുകയാണ് പരിശുദ്ധ റബീഉൽ അവ്വലിൽ. സമാഗതമാകുന്ന ഈ റബീഉൽ അവ്വലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ഹ്രസ്വമായ ഒരു ചിന്തയാണ് ഈ സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിൽ ഒരിക്കൽ കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മുടെ ഇരുലോക ജീവിത വിജയത്തിന് ഏറ്റവും നല്ല ഒരു മാർഗമായി, ഒരവസരമായി ആ മാസത്തെ കാണണം. അതിലൊന്നാമത് നാം ചെയ്യേണ്ടത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി, അവിടുത്തെ കുടുംബങ്ങളെപ്പറ്റി നന്നായി പഠിക്കുക എന്നതാണ്. കാരണം ഏതൊരു വിഷയമാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അത് സംബന്ധമായ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് നമ്മെ ആകർഷിക്കപ്പെടുക. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാത്തിലും ഒരു റോൾ മോഡലാണ്. ആ റോൾ മോഡലായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയണമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അറിയണം. അതുപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളാകുന്ന സയ്യിദന്മാരുടെ പ്രാധാന്യവും പ്രത്യേകതയും നാം പഠിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പഠിക്കാനാണ് ഈ മാസം നാം ഉപയോഗപ്പെടുത്തേണ്ടത്. പഠിക്കുക മാത്രമല്ല, ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളാകുന്ന സുന്നത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇതുപോലെ തെറ്റിദ്ധരിച്ച ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. മുസ്ലിമീങ്ങളിലുള്ള ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന ആഘോഷത്തെ പറ്റി പോലും തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഉണ്ട്. അതുപോലെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ പറ്റി തെറ്റിദ്ധരിച്ചു പോയ ഇതര മതസ്ഥരായ ആളുകളുണ്ട്. അവരോടൊക്കെ വളരെ സ്നേഹത്തോടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ, അവിടുത്തെ ആ പരിശുദ്ധമായ ദീനിൻ്റെ സംസ്കാരങ്ങളെ, ആ സംസ്കാരത്തിൻ്റെ പ്രാധാന്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ അവസരങ്ങൾ നാം ഉപയോഗിക്കണം. ഇതുപോലെ വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളോട് യാത്രയാകുമ്പോഴേക്കും നാം ചൊല്ലിത്തീർത്ത സ്വലാത്തുകളുടെ എണ്ണം നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തണം. കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഇരുലോക ജീവിത വിജയത്തിൻ്റെ വലിയൊരു മാർഗമാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങയുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എത്രയാണ് ഞാൻ ചെല്ലേണ്ടത്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിച്ചത്രയും ചെല്ലുക. മഹാനവറുകൾ ചോദിച്ചു, 4/1 സ്വലാത്ത് ഞാൻ ചൊല്ലട്ടെ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കൂടുതലാക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. വീണ്ടും മഹാനവറുകൾ ചോദിച്ചു, 3/2 അത് അങ്ങയുടെ പേരുള്ള സലാത്താക്കട്ടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അതിനേക്കാൾ കൂടുതലാക്കിയാൽ അത് നിനക്ക് വളരെ ഹൈറാണ്, വളരെ നല്ലതാണ്. വീണ്ടും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ എല്ലാ സ്വലാത്തുകൾ എല്ലാം അങ്ങയുടെ പേരുള്ള സ്വലാത്താക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അങ്ങനെ നീ നിന്റെ വളരെ കൂടുതൽ ആ സമയം അഥവാ ഈ ചൊല്ലുന്ന സ്വലാത്തുകൾ അഖിലം അത് എൻ്റെ പേരിൽ സ്വലാത്താക്കി മാറ്റുകയാണെങ്കിൽ നിന്റെ ടെൻഷൻ ഒഴിവായി കിട്ടും. നിനക്ക് ജീവിതത്തിൽ പിന്നെ ടെൻഷൻ ഉണ്ടാവുകയില്ല. അതുപോലെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപക്കറകൾ അത് അള്ളാഹു പുറത്തു തരുന്നവരാണ് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഭൗതികമായ വിഷയങ്ങളിൽ, പാരത്രികമായ കാര്യങ്ങളിൽ പല നിലക്കുള്ള ടെൻഷൻ അലോസരപ്പെടുത്തുന്നവരാണ് നമ്മൾ. ഈ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് വളരെ വലിയ സുരക്ഷയും സമാധാനവും ലഭിക്കാൻ, ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ യജമാനനായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പൊറത്തു കിട്ടാൻ നാം ധാരാളം സലാത്തുകൾ ചൊല്ലുക. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ സലാത്ത് കൊണ്ട് നമുക്ക് ധന്യമാക്കണം. അതിന് നാം ഇപ്പോൾ മുതൽ സലാത്തുകൾ ആരംഭിക്കുക. അള്ളാഹു കൂടുതൽ സ്വലാത്ത് ചൊല്ലി മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ച് വിദുലോക വിജയം കരകതമാക്കുന്നവരിൽ നമ്മെയും കുടുംബങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.